ഫസ്റ്റ് ഡേയിലെ വീഡിയോസിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, ഞങ്ങളിവിടെ നിന്ന് കയറുന്നതും ലാൻഡിങ്ങും ആയിട്ടുള്ളൊരു വീഡിയോസാണ് ഞാൻ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തത്. ഇന്ന് സെക്കൻഡ് പാർട്ടിലെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു ഏജൻസി മുഖാന്തരമാണ് പോയത്. അതിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തു നിന്നൊരു ലീഡർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് തായ്ലൻഡിൽ പോയിട്ട് കണക്റ്റഡായിട്ട് അവിടെ നിന്ന് ഒരു ലീഡർ ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് സർവീസ് എന്ന് തന്നെ പറയാം അവരുടേത്. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡായിരുന്നാലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അക്കോമഡേഷൻ തന്നതായിരുന്നാലും പിന്നെ നേരത്തെ ഞാൻ ചൂസ് ചെയ്ത അതേ സ്ഥലങ്ങളിൽ തന്നെയാണ് അവരുടെ ഒരു ലിസ്റ്റ് വന്നിട്ടുള്ളത്. നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്ലേസുകൾ തന്നെയാണ്. അപ്പോൾ റേറ്റും വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കോൺടാക്റ്റ് തരാം. അപ്പോൾ ഞങ്ങളുടെ മോർണിംഗ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കെല്ലാം വയറിന് എന്തെങ്കിലും പ്രോബ്ലം ആവുമോ എന്നൊക്കെയുള്ള ഇച്ചിരി പേടിയുള്ളത് കണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടുണ്ട്. ഫുഡെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി ടൈഗർ ടോപ്പിയിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുവാണ്. പുള്ളിക്കാരിയെ യോയോ എന്ന് വിളിക്കാനാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മനസ്സിലാകാത്ത ടൈപ്പിലുള്ളതാണ്. ഷോർട്ട് ഫോമിൽ യോയോ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്ന സീറ്റുകളിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള വാട്ടറൊക്കെ കൊണ്ടെത്തിച്ചു. അപ്പോൾ മനോഹരമായിട്ടുള്ള പുറം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ ബസ്സിലങ്ങനെ ഇരിക്കുക. ടയർ ടോപ്പിയയിൽ എത്തിയിട്ടുണ്ട്. ഇത് തഹസിനായിട്ടോ, ഞങ്ങളുടെ ഇവിടെയുള്ള ടീം ലീഡറാണ്. ഇവിടുന്ന് ഞങ്ങളെ കൊണ്ടുപോയ ആളാണ്. പുള്ളിക്കാരി ഞങ്ങൾക്ക് വേണ്ടിയുള്ള എൻട്രി പാസ്സൊക്കെ തരികയാണ്. വീടിന്റെ മുകളിലുണ്ടായിരുന്നു. അത് വേറെ ടൈപ്പല്ലേ? ചെറുത്. கொஞ்சம் அவளுக்கு கொடு. இங்க பாரு சும்மா இங்க பாரு, நான் போட்டோ எடுத்துக்கிறேன். மம்மி I'll feed it and then it'll stop. Then we go. เขาขาย 30,000 അമ്മ ഇതാണ്. സ്നേക്ക് കൈകൊണ്ടെടുത്ത് കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെ ഉമ്മ വയ്ക്കുകയും താലോലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. തൈബാത്താണ്. പക്ഷേ ഞങ്ങൾക്ക് പേടി കാരണം അതെടുത്തില്ല. വേറെയുള്ള ടൂർ ബാച്ച് വന്ന് അവരിങ്ങനെ എടുത്ത് കൈകളിലൊക്കെ വെച്ചു. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും നല്ലോണം പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും കൈകൊണ്ട് തന്നെ തൊട്ടിട്ടില്ല, കണ്ടുകൊണ്ട് തന്നെ നിന്നു. അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ.
വീണ്ടും ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിന് വേണ്ടി എല്ലാവരും പോവുകയാണ്. ലഞ്ച് കഴിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗ്ലാസിൻ്റെ അവിടെ ആ ഭാഗത്തായിട്ട് ഒത്തിരി ടൈഗേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ആസ്വദിച്ചിരുന്ന ഫുഡിൻ്റെ നമുക്ക് കഴിക്കാം. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇനി ഞങ്ങളുടെ 3 days സ്റ്റേയിങ് ആയിട്ടുള്ള ഹോട്ടലിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പോയി ഫ്രഷപ്പ് ആയ ശേഷം ഇനി അടുത്തുള്ള യാത്രയിലോട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ 3 days ഇനി ഈ ഒരു ഹോട്ടലിലാണ് ഞങ്ങളുടെ സ്റ്റേയിങ് എല്ലാം വരുന്നത്. Locker, you put anything for inside and anything for locker, right? തുറന്നേ നോക്കട്ടെ, തുറന്നേ. സെയിം അല്ലേ? സെയിം ആംബിയൻസാ? ഓക്കെ എന്നാ. അപ്പം നിങ്ങളുടെ റൂം ആയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ റൂമിലോട്ട് പൊയ്ക്കോട്ടെ. ശരിക്കും ടയർഡായി. എന്താ മോനെ എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. എന്താ മോനെ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ബോധം കെട്ട് കിടക്കുക. ഇപ്പം ഞങ്ങൾ ടൈഗർ ടോപ്പിയിലൊന്ന് വന്നായിരുന്നു. വീണ്ടും ഫ്രഷപ്പിന് വേണ്ടി ഒരു നല്ലൊരു ഹോട്ടലിലാണ് ഞങ്ങൾ അവർ സ്റ്റേ ചെയ്യിച്ചത്. ഇനി ഞങ്ങൾ ഈവനിങ് അലസ്കാർ ഷോ കാണാൻ വേണ്ടി പുറത്തോട്ട് പോവുകയാണ്. ഇവിടെ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ സൺ പ്രൊട്ടക്ഷനാണ് ഏറ്റവും മസ്റ്റായിട്ട് വേണം. നല്ലതുപോലത്തെ ചൂടുണ്ട്, ഒരു 35 ഡിഗ്രിയൊക്കെ ചൂടുണ്ട്. നമ്മുടെ നാട്ടിലെ ചൂട് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാനാണെങ്കിൽ ഒത്തിരി സൺ പ്രൊട്ടക്ഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങിയ ഇപ്പോഴും നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോളാർ സേഫിൻ്റെ സൺ പ്രൊട്ടക്ഷനാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നാട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും പാക്കപ്പ് ചെയ്താൽ വന്നത്. കാര്യം പർച്ചേസിംഗ് ഒക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സൺ പ്രൊട്ടക്ഷൻ ഇങ്ങനെ ഇട്ടിട്ടും തീരുന്നില്ല. എന്തോ പറയാനാ, ഇച്ചിരി കവർ ചെയ്താലേ നമ്മുടെ സ്കിന്നൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നാട്ടിൽ എത്തുമ്പോൾ ഒരുവിധമെങ്കിലും ഒരു സ്കിന്നിൽ ഗ്ലോയെങ്കിലും നിൽക്കുന്നതെങ്കിൽ
കുറച്ച് അത്യാവശ്യം സൺ പ്രൊട്ടക്ഷൻ അപ്ലൈ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ റെഡി ആവുക, പിള്ളേർ അവരുടെ റൂമിൽ റെഡി ആവുകയാണ്, ഞാൻ ഹസ്ബൻഡ് ഞങ്ങളുടെ റൂമിൽ റെഡി ആവുകയാണ്. പുള്ളിക്കാരൻ വന്ന് നല്ല ടയർഡായിട്ട് കിടക്കുക, ഇങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു 1 hourേ ഉള്ളൂ റെഡി ആവാൻ വേണ്ടി. അപ്പോൾ 1 hourനകത്ത് റെഡിയായി. നെക്സ്റ്റ് ഞങ്ങൾക്ക് അടുത്ത ഷോയിലേക്ക് കാണാൻ പോകാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ റൂമിലോട്ട് റെഡി ആവാൻ വേണ്ടി പോയിരിക്കുകയാണ്. സൺ പ്രൊട്ടക്ഷൻ അപ്ലൈ ചെയ്ത ശേഷം എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പറ്റത്തില്ല കേട്ടോ. ഓൾറെഡി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പാണ്. അപ്പോൾ എവിടെ പോയാലും ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടേ പോകാറുള്ളൂ. ഒരു ലിപ്പിൽ ഫസ്റ്റ് ഒരു ലിപ്പ് പെൻസിൽ വെച്ചൊരു ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഔട്ടർ കോർണറൊക്കെ കറക്റ്റ് ചെയ്ത ശേഷം ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം സ്റ്റേബിളുമാണ്, എൻ്റെ ലിപ്പിന് ചേരുന്നതാണ്. ഒത്തിരി പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഏതാ ലിപ്സ്റ്റിക് ഷെയ്ഡ് യൂസ് ചെയ്യുന്നതെന്ന്. ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ എനിക്കത് പറയാൻ പറ്റി. ബ്രൈഡ്സ് വരെ ചോദിക്കാറുണ്ട്, ചേച്ചിയുടെ ലിപ്സ്റ്റിക്ക് എനിക്ക് മതി കേട്ടോ, ഇട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ഞാൻ ഓൾറെഡി ചേരുന്നവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്, അല്ലാത്തവർക്ക് പറയും നിങ്ങളുടെ ഡ്രസ്സിന് ആപ്റ്റ് ആയിട്ടുള്ളതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയും. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർ മാക്കിൻ്റെ 102 ആണ് മേടിക്കേണ്ടത്. ഇത്രയൊക്കെ തന്നെ. ഇനിയൊരു ചെറിയ എൻ്റെ പുരികം ഒന്ന് ഐബ്രോ പൗഡർ വെച്ചൊന്ന് ഫില്ല് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിടണം. ഇനി ഐബ്രോസിൻ്റെ ഫില്ലിങ് ആണ്. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ എന്താ പറയാനാ, എനിക്കൊരു സമാധാനം ആവത്തില്ല. ഞാൻ സലൂണിൽ നിൽക്കുമ്പോഴും എപ്പോഴും ചെയ്യുന്നത് ഐബ്രോസ് ഫില്ലിങ്, പിന്നെ അതുപോലെ തന്നെ ചില ടൈമിൽ കണ്ണെഴുതും, അല്ലെങ്കിൽ കണ്ണെഴുതാറില്ല. ഡ്രസ്സ് ഞാനിങ്ങനെ ചേഞ്ച് ആയതൊന്നായിരിക്കും. എനിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു എന്താ പറയാനാ ഇഷ്ടം തോന്നിയില്ല. എപ്പോഴും ഇടുന്ന വൈറ്റ് പോലെ പുതിയ ഡ്രസ്സാണ്, പക്ഷെ വൈറ്റ് പോലത്തെ ഒരു ഫീലിങ്സ് എന്തോ ഫേസിന് ചേരുന്നില്ല എന്ന് തോന്നി. വീണ്ടും ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അതങ്ങനെ തന്നെയാണ്. ചില ടൈമിൽ ഏതെങ്കിലും ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിൽ, നമ്മളൊരാവശ്യമായിട്ട് പോകാൻ നിൽക്കുന്ന ടൈമിൽ കൊള്ളത്തില്ല എന്ന് തോന്നി വീണ്ടും അടുത്ത ഡ്രസ്സായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ തോന്നി വീണ്ടും ചേഞ്ച് ചെയ്തതാണ് കേട്ടോ. ഓൾറെഡി കോഫിയുടെ പൗഡറുണ്ട്. ഹസ്ബൻഡ് എനിക്ക് ചായ മേക്ക് ചെയ്ത് തരികയാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ 1 സൈഡ് ഓപ്പൺ ബാൽക്കണിയാണ്. കുറച്ച് ടൈം ഞങ്ങൾ പുറത്തോട്ടൊന്ന് വ്യൂസൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങുകയാണ് അടുത്തുള്ള കാഴ്ചകൾ കാണുവാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ അൽക്കാസർ ഷോ കാണാൻ വേണ്ടി അതിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുക.
അങ്ങനെ ഷോ എല്ലാം കഴിഞ്ഞ ശേഷം നൈറ്റ് ഫുഡിനായിട്ട് വീണ്ടും ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞ് ഇനി റൂമിലോട്ടാണ് യാത്ര വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ഡേയുടെ വിശേഷവുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.